ഇന്നത്തെ ബിഗസ്റ്റ് ഹെഡ്ലൈൻ PM ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ടതാണ്. CPIയുടെ കടുത്ത എതിർപ്പ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അത് മറികടന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സർക്കാരിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഇതോടെ 1500 കോടിയുടെ SSA ഫണ്ട് ഉടൻ ലഭ്യമാകും. സർക്കാർ നടപടി മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. അടിയന്തര CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. സർക്കാർ നടപടി വഞ്ചനാപരമെന്നാണ് AIYFന്റെ പ്രതികരണം. TV പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം. TV പ്രസാദ്, ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ PM ശ്രീയാകുന്ന പദ്ധതിയിലേക്ക് കേരളം ഇതാ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. CPIയുടെ അതൃപ്തി അതൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുമ്പോൾ CPIയുടെ അടുത്ത നീക്കം എന്താണ്? സുജയ, ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPIയുമായി സംസാരിച്ച് ഒരു രമ്യതയിലെത്തിയതിനു ശേഷം PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്നൊരു ധാരണയായിരുന്നു നേരത്തെ ഉണ്ടായതെങ്കിൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് CPIയുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെയാണ് CPIM ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നത് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ CPIയുടെ രാഷ്ട്രീയമായ എതിർപ്പ് അവർ പരസ്യമായി തന്നെ പല ഘട്ടങ്ങളിലും രേഖപ്പെടുത്തിയതാണ്. നേരത്തെ ഒരു മന്ത്രിസഭാ യോഗം പരിഗണിച്ച് വലിയ തോതിലുള്ള ഭിന്നത മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായി. CPI അതിൽ എതിർപ്പ് രേഖപ്പെടുത്തി. അതിന് പിന്നാലെയാണ് PM ശ്രീ വലിയ തോതിലുള്ള ചർച്ചയാവുകയും ചെയ്തത്. രാജ്യത്തെമ്പാടുമുള്ള പല രാജ്യങ്ങളും ഇതിൽ ഒപ്പിട്ടു എന്നും ആ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ മറ്റ് പ്രതിസന്ധികളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് CPIയെ ബോധ്യപ്പെടുത്താൻ CPMും LDF സർക്കാരും ശ്രമിച്ചതെങ്കിൽ CPIക്ക് വ്യത്യസ്തമായ നിലപാടായിരുന്നു. കാരണം വിദ്യാഭ്യാസ രംഗത്ത് വ്യാപകമായി RSSന്റെ നേതൃത്വത്തിൽ കാവ്യവൽക്കരണം നടക്കുകയാണെന്നും PM ശ്രീ പദ്ധതി ഒപ്പിടുന്നത് വഴി സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ താൽപ്പര്യങ്ങൾ ബലി കഴിപ്പിച്ചുകൊണ്ട് ഇവിടെ കാവ്യവൽക്കരണം നടപ്പിലാക്കും എന്നുള്ള സ്റ്റാൻഡാണ് പ്രധാനമായും അതിൽ CPI മുന്നോട്ട് വെച്ചത്. അത് പറയുമ്പോഴും CPMന്റെ നിലപാടെന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇന്നുള്ള വലിയ പ്രതിസന്ധിക്ക് കാരണം സാമ്പത്തികം തന്നെയാണ് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ സൗജന്യ ഉച്ചഭക്ഷണവും സൗജന്യ യൂണിഫോമും സൗജന്യ പാഠപുസ്തകവും കൂടാതെ സമഗ്ര ശിക്ഷ കേരളത്തിലെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത് മാത്രമല്ല സുജയ, അവിടെ ഭിന്നശേഷി കുട്ടികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും കിട്ടാതാകുന്ന ഒരു സാഹചര്യം, കേരളത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ളതായിരുന്നു CPIM സ്റ്റാൻഡ്. പക്ഷേ അത് കേൾക്കാൻ CPI തയ്യാറാകുന്നില്ല. CPI തങ്ങളുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു പരസ്യമായ പ്രതിഷേധത്തിലേക്ക് തെരുവിലേക്ക് AISFും AIYFും ഒക്കെ കടക്കുമോ നാളത്തെ ദിവസം? അതാണ് അറിയേണ്ടത്. നാളെ CPIയുടെ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ഇക്കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.